അതാ നീ ചെക്കനെ എന്തൊക്കെയാ പറഞ്ഞു പാവം മറന്നു എന്നോടേ ഇന്നലെ ആള് പറഞ്ഞിക്കണ്. അങ്ങനെ നമ്മളെ സർപ്രൈസ് പ്ലാൻ ഒക്കെ സക്സസ് ആയി. കാരണം അവള് ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്ത് ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ബേബി ഫസ്റ്റ് തന്നെ കേക്കൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ ഗേളിന് എല്ലാവരും കേക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവളെ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കാന്ന് കരുതി. അങ്ങനെ അതൊക്കെ ഇട്ട് കുറച്ച് പോസൊക്കെ ചെയ്തു. ഇതുണ്ട് ഞങ്ങള് ബർത്ത്ഡേ സ്പെഷ്യൽ ചോറ് കഴിക്കലാണ് ഇത് അല്ലേ മാളു? അതെ, അതുകൊണ്ട് ഷെജിനന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഷെജിനെ എല്ലാവർക്കും ഒന്ന് വാരി കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് ഈവനിങ്ങിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തു പോകാൻ ഇറങ്ങി. അപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. എന്താണ് ഷെജിനന്റെ ഒരു എന്താ? അത് കുഴപ്പമില്ല, നീ അല്ലേ ബർത്ത്ഡേ ഗേൾ, പറ എന്താ നിന്റെ ഫീലിങ്സ് പറ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പിയാണോ? വിചാരിച്ച പോലൊക്കെ ആയില്ലേ? ഞാൻ എപ്പോഴും വരുമ്പോ ചോദിച്ചേ സത്യം പറഞ്ഞു രാവിലെ പറഞ്ഞതാണോ ഇന്നലെ പറഞ്ഞതാണോ എന്നുള്ളത്. എല്ലാരും സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷമാണോ പറഞ്ഞത്? ഇന്നലെ മുബീനോട് പറഞ്ഞിരുന്നു. അപ്പൊ ബർത്ത്ഡേ പരിപാടി ആയതുകൊണ്ട് അവരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നൈറ്റ് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. കുട്ടികളൊക്കെ നൂഡിൽസ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ചിക്കൻ മന്തി കഴിച്ചു. അലിമോഹ ഖത്തറിൽ പോയതും കൊണ്ട് അലിമോഹക്കിന്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ലോണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എല്ലാവരും ഒന്നിച്ചുള്ള സമയത്ത് ഇങ്ങനെ ഒരു ബർത്ത്ഡേ കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു മെമ്മറി ആയിരുന്നു ഈ ദിവസം.